രാവിലത്തെ വാക്കിങ്ങിന് പോകും. രാവിലെ 8:30, അതിരാവിലെ 8:30. 7 മണിക്ക് എഴുന്നേറ്റ് നടക്കണമെന്ന് പറഞ്ഞ 7 മണിയെന്ന് പറഞ്ഞത് കൊണ്ട് 8:30 ആയപ്പോ ഇറങ്ങി. 7 മണിക്ക് ഇറങ്ങി നടക്കണമെന്നല്ല, നമ്മൾ 7 മണിക്ക് എണീറ്റ് 8 മണിയാകുമ്പം എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. ഞാൻ അതിനൊക്കെ മുന്നേ നടക്കുമെന്ന് വിചാരിച്ചു. 7 മണിക്ക് എഴുന്നേറ്റ് ഒരു 7:30 മുന്നേ റോഡിലോട്ട് ഇറങ്ങാന്ന്. ഇലക്ട്രിക് കാറാ അത്. അതിന്റെ അറ്റത്തോട്ട് പോവുകയാണ്. എന്താണ് അഭിപ്രായം? ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് നാളായി. പണ്ട് എപ്പോഴും നമ്മള് വെള്ളത്തിലൊക്കെ പോകുമായിരുന്നു. കല്യാണത്തിന് ശേഷം എന്നെ മുങ്ങിപ്പോയാലോ എന്ന് ഓർത്തിട്ട്. അതാ പേടിച്ചിട്ടാ. നീന്താൻ അറിയത്തില്ലല്ലോ. എനിക്ക് നീന്താൻ അറിയത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് വെള്ളത്തിൽ പോകണമെന്ന്. നല്ല രസമാണ്. എങ്ങനെ നമ്മള് അപ്പുറത്ത് പോയ വെള്ളത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് ചാടി അങ്ങ് വീഴണം. ആണ് താന്നിക്കായല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? താന്നിക്കായല് മുക്കത്തെത്തിയപ്പോ മുക്കം കായലായി. അങ്ങനെ വേണം. ഈ വഴിയാണ് നമ്മൾ വന്നത്. എന്തൊക്കെ പോവായിരുന്നാ മതി. ചെറിയ എന്തോ മീനുണ്ട്. പക്ഷെ ഇത്രയും വെയിലായോണ്ട് എനിക്ക് അറിയാനും പറ്റുന്നില്ല ഫോക്കസ് ആവുന്നോ ഇല്ലയോ. കായലിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. കുറെ നാൾക്ക് ശേഷം സ്വന്തം നാടാണെങ്കിലും ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. കുറെ സ്റ്റേയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതെ. നടക്കാത്ത കാര്യത്തെ പറ്റി പിന്നെ ആലോചിച്ച് വിഷമിക്കും അല്ലേ? നടക്കില്ല നമുക്ക് അറിയത്തില്ലല്ലോ, പക്ഷെ നമ്മൾ നടന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു കുറെ നാൾക്ക് ശേഷം? നല്ല സ്ഥലമാ. വരാൻ പറ്റുന്നവരൊക്കെ വരിക. അയ്യോ വേണ്ട, സമാധാനം കൊണ്ട് ആള് കൂടിയ സമാധാനം. വലിയ ആളനൊക്കെ ഇല്ലാത്ത സ്ഥലമാണ്. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാരും വന്നങ്ങ് നശിപ്പിക്കുക. പക്ഷെ ഈ സമയമുണ്ട് ഭയങ്കര വെയില്. നല്ലത് സന്ധ്യ സമയം നിൽക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റൊക്കെയാണ്. ഈ സമയത്ത് ഞാനാ വന്നപ്പോഴൊക്കെ കുപ്പിയാട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോ അത്രയും അങ്ങനെ ശല്യമൊന്നും ഇല്ലായിരുന്നു. ഞാനും അനിയത്തിയും കസിൻസ് ഒക്കെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഞങ്ങളായിരുന്നു എല്ലാവർക്കും ശല്യം. ഇതിപ്പോ ഭയങ്കര വെയിലായോണ്ട് ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. പക്ഷെ എന്നാലും കൊള്ളാം, കായലൊക്കെ കണ്ടിരിക്കാം. കാണാൻ പറ്റും. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പുറത്ത് പോകാനുള്ള എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സ്കൂട്ടർ കണ്ടില്ല. ഇതല്ല കടത്ത് കയറാൻ വന്നവരായാലും തന്നെ ഇവിടെ വെച്ചിട്ട് അപ്പുറത്ത് പോകുന്ന. അല്ലാതെ ഇവിടെ ഈ സൈഡില് സ്കൂട്ടർ വെച്ചിട്ട് കടത്ത് കയറിയാണ് പോകുന്നത്.
നമുക്ക് അല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. വേറെ ഏത് താതി വഴി? വേറെ നമ്മൾ കറങ്ങി താങ്ങി വഴി ചുറ്റി ഇങ്ങനെ വരണം. ഇതാകുമ്പോ എളുപ്പമാണ്. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. അത് ശരി. നമുക്കൊന്ന് വെള്ളത്തിൽ പോയാലോ? ഈ വയറും വെച്ചുണ്ട്. വേണ്ട വേണ്ട, ഇതുവരെ എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല. ഇതുവരെ ഒന്നും പറ്റിയില്ലെന്നും പറഞ്ഞ് നാളെ ഒന്നും പറ്റാതിരിക്കൂ. ഒരു ശുഭാപ്തി വിശ്വാസത്തിലൊന്നും പോകും. ഇവിടെ കൊക്ക ഉണ്ടോ? ഞങ്ങള് വരാൻ സമ്മതിക്കൂ ഇവര്? വീട്ടിലെ കൃഷി ചെയ്യുന്നതല്ലേ? അല്ല, ഇവിടെ വന്നിരുന്ന് വരുമായിരുന്നു. ഇവിടെ അല്ല, മറ്റേ അങ്കിളിന്റെ പുരയിടത്തില്. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ, ഞാനും ആശയും ശനിയും ഞങ്ങളും അതിന്റെ എല്ലാരും കൂടെ ഇങ്ങനെ ഇറങ്ങി വാരി പുറത്തിട്ട് വേവിച്ച് വെറ്റാൻഡി കറിവിക്കും. എന്നിട്ട് ഞങ്ങക്ക് തരും. എന്നിട്ട് എന്താ കഴിക്കും. അത് പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്നു. ഇപ്പൊ കുട്ടികളല്ലേ? ഇപ്പൊ വയസ്സായി, കളവികളാ. അതെ. ഇപ്പൊ ബേബി ആൻഡ് മീ ആയ. ഇപ്പൊ എനിക്കൊരു ബേബിയായി. അധികം ആൾക്കാർ സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ ഇത്രയും കുറുക്ക് വഴികളുള്ളത് കാര്യമായില്ലേ? ആരെങ്കിലും ഇതെങ്ങാണം കണ്ടിട്ട് ഇവിടെങ്ങാണം ആൾക്കാർ തിരക്കായി കഴിഞ്ഞാൽ എല്ലാവർക്കും ചീത്ത. അങ്ങനെ കായല് കാണാന്ന് പറഞ്ഞ് കായലത് അതൊക്കെ കെട്ടി അടച്ചു. അതൊക്കെ വേറെ ആരുടെ സ്ഥലവും അതൊക്കെ. അങ്ങോട്ട് കേറണ്ട, പിന്നെ ആൾക്കാരെന്തേലും പറയും. പണ്ടത്തെ കണക്കല്ല, ഓരോരുത്തർ ഓരോ പുരയിടത്ത് വാങ്ങി മതിലൊക്കെ കെട്ടി. ഈ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നേരത്തെ എണീറ്റുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും. എനിക്ക് നേരത്തെ വിശക്കാൻ തുടങ്ങി. നമ്മൾ കിടന്നുറങ്ങി നമ്മള് വിശപ്പ് അറിയത്തില്ലല്ലോ. നേരത്തെ എണീറ്റ് നേരത്തെ വിശക്കും. നേരത്തെ എഴുന്നേറ്റ് നേരത്തെ വിശക്കും. ഗർഭിണിയായോണ്ടാണോ അതോ നീ പൊതുവെ എങ്ങനെയാണ്? ശേഷമാണ് ഞാൻ വിശപ്പൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അല്ലാത്തപ്പോ ഒന്നും തിന്നത്തില്ലായിരുന്നോ? ഒന്നും തിന്നത്തില്ലെന്നല്ല, ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ചുമ്മാ കഴിക്കുന്നില്ല, പക്ഷെ അറിയാതെ കഴിക്കുമായിരുന്നില്ലേ? ഇപ്പൊ അറിഞ്ഞു കഴിക്കുന്നത് ഇങ്ങോട്ടായിരുന്നല്ലേ? ആരും ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് വിശക്കും. അതെന്തേ? ഭാവമുള്ളത് കൊണ്ട് വിശപ്പാണ് എപ്പോഴും. ഭാവ വലിയൊരു പ്രശ്നമാണോ? പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. അതിനെന്തേലും കഴിക്കാൻ വേണ്ട, ഞാൻ കഴിച്ചാലല്ലേ കൊച്ചു കിട്ടും. ക്ഷീണിച്ച് നമുക്ക് വീട്ടിലെത്തണ്ടേ? ഇവിടെ നിന്ന് ക്ഷീണിച്ചെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ നിനക്ക്? നമുക്കൊരു ഓട്ടോ വിളിച്ചാലാ? അതാ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുന്നു. എന്തൊക്കെ തട്ടിപ്പോയേക്കുന്നു കേട്ടോ. പാലവും മാവും എന്തൊക്കെ. വിശക്കുന്നെന്നും പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയ ആളാ. മറ്റേ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് തിരിച്ചു വിളിച്ചോണ്ട് അവിടെ ആളും ഉണ്ട്. അതിനിപ്പോ പോവാ. വെറുതെ നടത്ത കൂട്ടിയല്ലോ. പിന്നെ സന്ധ്യക്ക നമുക്ക് എടുക്കാം. എന്തായാലും നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ രാവിലെ വരാം. രാവിലെ വന്നിട്ട് ഫോട്ടോ എടുക്കാം. രാവിലെ ആകുമ്പോൾ നല്ല വെട്ടവും കാണുമല്ലോ. ഇതിലെ കാണാൻ വല്ല ചെടിയോ പൂവോ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. കാട്ടുമില്ല. രണ്ട് ചെവിയിലും വെച്ചേരെ.
പള്ളിയിൽ പോയി അവിടെ ചെന്ന് മറ്റേ ഇതെടുക്കണ്ടേ, അവിടെ പണി കിടക്കുന്നതൊക്കെ കാണാമല്ലോ. ഇത് ഞാൻ ആ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിക്കാം. എനിക്ക് നീയല്ലേ ഇവിടുത്തെ ആള്. എനിക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാക്കില്ല എന്നോട് ചോദിക്കുന്ന ആരാണ്. അതാര് ചോദിച്ചങ്ങനെ? ചുമ്മാ വേറൊരു വഴിയുണ്ട്, ആ വഴി നമുക്ക് അടുത്ത ദിവസം പോണം. പണ്ട് ഇത് താമസിച്ചിരുന്നു. അവിടെയും താമസിച്ചിരുന്നോ? എല്ലായിടത്തും താമസിച്ചിരുന്നിട്ടുണ്ട്. ലിസാൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. My auntie. ഈ പറക്കുന്ന കിളിയാണ്. എല്ലായിടവും ഉണ്ട്. എങ്ങനെയുണ്ട് നടന്ന് നടന്ന് കുഴഞ്ഞോ? ക്ഷീണിച്ചു. ആ കുന്ന് കയറി വന്നപ്പോ തന്നെ അത് പെട്ടെന്ന് ക്ഷീണിച്ചിരിക്കുന്നു. ആ പണ്ട് നീ പിന്നെ സ്ഥിരം വരുമായിരുന്നല്ലോ എൻ്റെ കൂടെ നടക്കാൻ. നടക്കുമായിരുന്നു. പണ്ട് ഇതേണക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴാന്ന് തോന്നുന്നു ഇത്തിരി കൂടെ നടക്കുന്നത്. ആ ഡോക്ടറും കൂടെ പറഞ്ഞ് മറ്റേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സിസേറിയൻ തന്നെ ചെയ്യണം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ ഇറങ്ങി നടക്കും. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന വീട്ടിൽ തന്നെ ഇരുന്നേനെ. എഴുന്നേക്കുന്ന 10 മണിക്ക്. എനിക്ക് 18 കിലോ. 18 കിലോ. അതായത് നമ്മളല്ല പ്രഗ്നൻസി ടൈമില് 12 കിലോ വരെയൊക്കെ കൂടണം. ആ ആവറേജ് അങ്ങനെയാ. പക്ഷെ 18 ആയിക്കൂടാ. ആയിക്കൂടാന്നല്ല, 18 കിലോ ഓവറാണ് എന്നുള്ളൊരു രീതിയാണ്. ഇവിടെ വന്നോ? അതിനിട്ടപ്പോൾ ഡോക്ടർ കുറയ്ക്കാൻ പറഞ്ഞു. എത്ര ആക്കണമെന്ന്? ആക്കണമെന്നൊന്നും 6 കിലോ കുറയ്ക്കണമെന്ന് പറഞ്ഞോ അതോ ഇനി കൂട്ടരുതെന്ന് പറഞ്ഞോ? ഇനി കൂട്ടരുതെന്ന് പറഞ്ഞു. എനിക്ക് എത്ര 57 കിലോ ആയിരുന്നു എൻ്റെ ആവുന്ന സമയത്ത്. ഇപ്പൊ എനിക്ക് 75 ആണോ 6 പോയിന്റ് എന്താണല്ലേ രാവിലെ പറഞ്ഞേ? 6 പോയിന്റ് 76 പോയിന്റ് എത്രയാണല്ലേ പറഞ്ഞേ? ആ എനിക്ക് 75 ആയിരുന്നു. ഇന്നലെ വെയിറ്റ് നോക്കിയപ്പോൾ 76 ആയി. കൺട്രോൾ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 75 തന്നെ കഴിഞ്ഞു. ഇന്നലെ നമ്മള് എക്സ്ട്രാ കഴിച്ചു. ഇപ്പുറത്തെ ആ ഉൾവഴിയിൽ കണ്ട ആ സെയിം പട്ടിയാണ്. ഇയാൾ ഇവിടുത്തെ മെയിൻ ആളാട്ടോ. രാത്രി നമ്മൾ വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി. അങ്ങോട്ട് പോവാം. ഇവിടുത്തെ ഗ്യാങ്ങുകളൊക്കെ എഴുന്നേറ്റ് തുടങ്ങി. വേറെ 2 അവിടെ. ആ കാറിനെ നോക്കിന്ന് പറിക്കുവാ. എന്റെ സ്ഥലത്ത് കാറ് കൊണ്ടിട്ടാ. ഇല്ല പട്ടികൾ വരും ഒക്കെ ഇവിടുത്തെ ഗ്യാങ്ങുകളായതൊക്കെ ചീർന്നു. നിന്നെ കിട്ടുന്നില്ലല്ലോ ഇതിന്റെ അത്. അങ്ങ് താഴത്ത്. ഇനി അങ്ങോട്ടാ തിരിച്ച് വീട്ടിലോട്ടാ? ഒന്നുകൂടെ നടക്കുന്ന? നമുക്കിവിടെ വേറൊരു വഴി ഉണ്ടായിരുന്നല്ലോ താഴോട്ടുള്ള. ആ ഇതാണ്. എന്തുവാ ഇത് നോക്കുക. അത് നീ കിടന്ന് ഉറങ്ങുന്നതിന് നിന്നെ കളിയാക്കിയതായിരിക്കും. അല്ല സോനുവിന് ഇതേ കണക്ക് വളർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ കുഞ്ഞിലെ ജനിച്ചപ്പോഴേ
അതേപോലെ ആവും എന്നൊക്കെ ഇങ്ങനെ ഉപദേശിച്ചായിരുന്നു. പക്ഷെ 7ാം മാസത്തിലാണ് ഞാൻ അനുസരിച്ചത്. ഇത്ര നാളെ അനുസരിക്കായിരുന്നത് ഇത് ചെയ്യാനാ പറ്റുന്നില്ല. മടി. മടിയുടെ എല്ലാം ഭയങ്കര ഉറക്കം. ഇപ്പോഴാണ് തോന്നുന്നു ഭയങ്കര ഉറക്കത്തിന്റെ ഒരു ഇത്. തിന്നു കഴിഞ്ഞാൽ ഉറങ്ങണമല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെയാ മാറി മാറി വരുന്നത്. ഇതിപ്പോ നമുക്ക് രാവിലെ നടക്കുകയൊക്കെ ചെയ്യാം. വാക്കിംഗ് അവസാനിപ്പിച്ചു. മതിയാ? ഫോട്ടോ വല്ലതും എടുക്കണോ വാക്കിംഗ് അവസാനിപ്പിച്ചതിന്റെ?